ഒന്ന് ഒരു കുന്നിന്റെ ഒക്കെ മേളിൽ പോയി ഓർക്കണ്ട, മൊട്ടക്കുന്നിന്റെ ഒക്കെ അവിടെ ഓർമ്മയുണ്ട് അവിടെ മറ്റേ വീട്ടിൽ പോയത്. അത് തന്നെ, ആ ഒരു കൊച്ചു മരിച്ചേ. അത് ഈ ദുർമന്ത്രവാദവും കൂടോത്രവും ഇതൊക്കെ കൊണ്ട് ഒരു മനുഷ്യജീവനെ ഇല്ലാതാക്കാനൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളാക്കാനും പറ്റുമോ അതൊക്കെ? അങ്ങനെ ബ്രോ, ചില മാന്ത്രിക കർമ്മങ്ങൾ വെച്ച് ഇങ്ങനെയൊക്കെ പറ്റുമെന്നാണ് പലരും പറയുകയും പലരും വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഇത് അവിടെ സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞു. 2 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു സ്ഥാപനം തുടങ്ങി. നല്ല നിലയിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് 2 പേരും ഇച്ചിരി പഠിപ്പിസ്റ്റുകളായതുകൊണ്ട് അവന്മാർക്ക് 2 പേർക്കും സർക്കാർ ജോലി കിട്ടിയപ്പം ഇവരെന്ത് ചെയ്തു എന്നറിയോ, ഇവരുടെ ഭാര്യമാരെ ആ സ്ഥാപനം നോക്കാൻ ഏൽപ്പിച്ചു. അപ്പം അറിയാലോ, 2 സ്ത്രീകൾ ആ സ്ഥാപനം ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പം പല ആവശ്യങ്ങൾക്കും പുറത്തു പോകണം, എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകണം എന്നൊക്കെ വന്നപ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്തു എന്നറിയാവോ, നേരെ ഇവരുടെ അതിലൊരാളുടെ കസിന് അവിടെ അപ്പോയിന്റ് ചെയ്തു. അപ്പം 2 പേരും കൂടി ഇരുന്ന് തീരുമാനിച്ചിട്ടാണ് കസിനെ അപ്പോയിന്റ് ചെയ്തത്. അപ്പം മറ്റവൻ്റെ ഭാര്യയ്ക്ക് അത് പ്രശ്നമായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ എന്താ ആളില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ച് അവള് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മറ്റവന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, പോട്ടെ കുറച്ച് ലാഭം കുറയുന്നല്ലേ ഉള്ളൂ, നിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യാൻ പറഞ്ഞു. അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ ഇപ്പം 2 പേര് നടത്തേണ്ട കമ്പനി 4 പേരെ. അപ്പം ലാഭം അത്രയും കുറഞ്ഞു എന്നർത്ഥം. എങ്കിലും സ്ഥാപനം നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഈ സ്റ്റാഫുകൾ തമ്മിൽ ചേരൂല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നയാളുടെ അളിയനാ, ഈ അളിയന്മാർ തമ്മിൽ, ഈ ജോയിൻ ചെയ്ത ആൾക്കാർ തമ്മിൽ ക്ലാഷായി അടിയായി ബഹളമായി ഒരുവിധം ആ ബിസിനസ് സ്റ്റോപ്പാകുന്ന ഒരു ലെവലിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു എന്നറിയാവോ, ഒരുത്തൻ എന്ത് ചെയ്താലും അവൻ്റെ ഭാര്യ ഈ ബിസിനസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. ലാസ്റ്റ് പഞ്ചായത്തിലെ ആൾക്കാരും അവിടുത്തെ നല്ലവരായ ചില പോലീസുകാരൊക്കെ അവരെ കൂട്ടിയിരുത്തി സംസാരിപ്പിച്ച്, നിങ്ങളൊരു കാര്യം ചെയ്യും, വെറുതെ നല്ലൊരു സൗഹൃദം, പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇവൻ്റെ സുഹൃത്തുക്കളാണ്, നല്ലൊരു സൗഹൃദം ഇല്ലാതാക്കണ്ട, മുന്നോട്ട് പോട്ടെ, ബിസിനസ് ആരെങ്കിലും ഒരാളെടുത്ത് മുന്നോട്ട് നടത്താൻ പറഞ്ഞു. അങ്ങനെ വന്നു വെച്ചിട്ട് ഇവർ ലാസ്റ്റ് നറുക്കിട്ട് തീരുമാനിച്ചു. ബിസിനസ് കിട്ടിയവൻ എന്ത് ചെയ്തെന്ന് അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ മറ്റവൻ എന്ത് ചെയ്തെന്നാൽ കുറച്ച് കോമ്പൻസേഷനൊക്കെ കൊടുത്തു, അവനെ പിരിച്ചു വിട്ടല്ലോ പാർട്ട്ണറെ. അപ്പം അതിലും പ്രശ്നമായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചു വിടാൻ നേരം നീ അന്ന് അത് വാങ്ങിയിരുന്നു, ഇന്ന് ഇത് വാങ്ങിയിരുന്നു, അങ്ങനെ വാങ്ങി നമുക്കത് നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് അതുവരെ ഇല്ലാത്ത കണക്ക് പറച്ചിലും ബഹളമൊക്കെ ഒരുവിധം ഇത് ഒഴിവാക്കി. അങ്ങനെ ഇരുന്നപ്പോൾ എന്ത് ചെയ്യുന്നു, മറ്റവൻ്റെ ഭാര്യയ്ക്ക് വാശി, ഇതേപോലെ തന്നെ സ്ഥാപനം തുടങ്ങണം. ഒരു സ്ഥാപനത്തിന്റെ ഡിറ്റോ കോപ്പി അപ്പുറത്ത് ഒറ്റയ്ക്ക് തുടങ്ങി. ഇത് പിരിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവൻ്റെ മറ്റേ ആദ്യം ഈ കമ്പനി കിട്ടിയ ആളുണ്ടല്ലോ, അവനൊരു പ്രത്യേകതയുണ്ട്, അവൻ ആൾക്കാരെ ഡീൽ ചെയ്യാൻ അറിയാം, മറ്റവൻ അധികം അത് അറിയില്ല. മറ്റവൻ എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് അവൻ്റെ അടുത്ത് എപ്പോഴും ബിസിനസ്സാണ്. ഇവർ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് എന്ത് ചെയ്തു, ഈ ബന്ധുക്കളെ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തു, അവർ തമ്മിൽ അവിടെ അടിയായി, അങ്ങനെ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞ് പ്രശ്നമൊക്കെ ആയി. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചു. അപ്പോൾ മറ്റവൻ പറഞ്ഞു, കൂട്ടുകാർ വഴി പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്യും, അവനെന്തായാലും അത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ തന്നെ എടുത്തോളാം, കാരണം ഞാൻ ന്യായമായ വില കൊടുത്ത് എടുത്തോളാം എന്ന് പറഞ്ഞു. എടുക്കുന്നവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൂട്ടുകാരിടപെട്ട് ഈ സാധനം മറ്റവൻ വാങ്ങിച്ചു. ഇവിടുത്തെ മെറ്റീരിയൽസൊക്കെ അവൻ പർച്ചേസ് ചെയ്തു, നല്ല വിലയും കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തോ ഒരു പ്രശ്നം വന്നപ്പോഴും മറ്റേ കൂട്ടുകാരൻ്റെ വീട്ടുകാർ പോയിട്ട് ഏതോ ഒരു ജ്യോതിഷനെ കണ്ടപ്പോൾ പറഞ്ഞു, നിന്റെ പ്രധാന ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ ഒരു സുഹൃത്താണ്, അവൻ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് നിന്റെ ബിസിനസ്സൊക്കെ തകർന്നത്, ഇനി നിന്റെ ഈ ജോലിയും കൂടെ പോകും. ഇവൻ എന്തോ ഒരു പ്രശ്നത്തിൽ സസ്പെൻഷനിലോ ആ സമയത്തായി. അവ നിന്റെ ഈ ജോലിയും കൂടെ നഷ്ടപ്പെടും, വളരെ ശ്രദ്ധിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റേത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് ആ സമയത്ത് ഇവൻ ഗതികെട്ട് സസ്പെൻഷനിലും കൂടെ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഉറപ്പിച്ചു, കൂടോത്രമാണെന്ന് ഉറപ്പിച്ചു. അങ്ങനെ വൈകുന്നേരം ഇവൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വെള്ളം അടിച്ച് ചെന്നേച്ചിട്ട് പറഞ്ഞു, നീയൊക്കെ നിന്റെ മക്കളെ തീറ്റിക്കാനായിട്ടല്ലേടാ ഇത്രയും കഷ്ടപ്പെട്ടത്, നിന്റെ പിള്ളേരത് തിന്നില്ല, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റവൻ ഇച്ചിരി ഈ നാഗാരാധനയൊക്കെ ഉള്ള കുടുംബത്തിലുള്ളത്, എൻ്റെ തറവാട്ടിലെ നാഗത്താന്മാരാണ് സത്യം, നിന്റെ കുടുംബത്തിലെ നിന്റെ മക്കള് തിന്നില്ലടാ എന്ന് പറഞ്ഞിട്ട് പോന്നു.
മറ്റവൻ അത് കാര്യമാക്കിയില്ല. അവൻ്റെ വീട്ടിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, അച്ഛാ അമ്മ മിണ്ടാതിരുന്നേ, അവൻ വെള്ളം അടിച്ചിട്ടെന്തോ പറയണത്, അത് കഴിയുമ്പോൾ ആ കെട്ടിറക്കുമ്പോൾ അവൻ പോയിക്കോളും, നിങ്ങൾ മിണ്ടാതിരുന്നേന്ന് പറഞ്ഞു. അവന് അപ്പോഴും ഇവൻ കൂട്ടുകാരൻ തന്നെയാണ്. മീൻസ് മറ്റൊരു വിരോധമൊന്നുമില്ല. എടാ അവൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അവൻ പറഞ്ഞു പോകുന്നത്, നിങ്ങൾ ഇടപെടണ്ട, അത് വിട്ടേരെന്ന് പറഞ്ഞു. പക്ഷേ ഒരു യാദൃശ്ചികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ഇവരുടെ മൂത്ത മോളെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കുട്ടികളെല്ലാം കൂടി ട്യൂഷൻ കഴിഞ്ഞ് ഇച്ചിരി രാത്രിയായി, സ്കൂളൊക്കെ കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് പാമ്പ് കടിച്ചു. വിഷം തീണ്ടി. അണലിയായിരുന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി കുറേയൊക്കെ സുഖമായി. പക്ഷേ അണലി കടിച്ചാൽ ഈ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതിൻ്റെ ആ വെനം ബോഡിയിൽ നിന്ന് പൂർണ്ണമായി പോകില്ല എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം മെഡിക്കൽ സയൻസുകാർ പറയട്ടെ, അങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ കൊച്ച് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയറായി കുറേ കാലം കിടക്കുകയൊക്കെ ചെയ്തു. സത്യത്തിൽ ആ കൊച്ച് നരകിച്ച മരിച്ച. അപ്പോഴത്തേക്കും അവൻ്റെ ഭാര്യയും അവൻ്റെ ഭാര്യയുടെ ആൾക്കാരും സുഹൃത്തുക്കളെല്ലാം കൂടി പറഞ്ഞു, എടാ ഇത് അവൻ കൂടോത്രം ചെയ്തതാ, കാരണം അവന് സർപ്പക്കാവും കാര്യങ്ങൾ. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്നാ, കൂടോത്രം അവൻ എൻ്റെ സുഹൃത്താ, നിനക്കറിയത്തില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് അവൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാണ്, അവൻ അങ്ങനെ ചെയ്യില്ല, അവൻ വെള്ളം അടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നല്ലാതെ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് വെച്ച് കാണുമ്പോൾ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ്, പുറത്ത് വെച്ചവർ സംസാരിക്കും, ഭാര്യമാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ സംസാരിക്കുന്നില്ല എന്നുള്ള. അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ കൊച്ചിനെ പാമ്പ് കടിച്ചപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഇവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞടാ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, നീ അങ്ങനെ കാണുക. അവനറിയാം അവൻ്റെ സുഹൃത്തിനെ. പക്ഷേ എന്ത് ചെയ്തെന്നോ, ഈ കൊച്ച് കുറച്ച് കാലം കഴിഞ്ഞ് ഈ കിഡ്നി ഫെയിലിയറൊക്കെ ആയി ആ കുട്ടി മരിച്ചുപോയി. അപ്പോഴാണ് നമ്മളെ വിളിച്ചിട്ട് നമ്മളെ വിളിച്ചത് ഈ പുള്ളിയുടെ ഭാര്യയുടെ ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആ വീട് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെടുത്ത് അവർ ചോദിച്ചു, ഇത് കൂടോത്രമാണോ എന്നൊക്കെ ചോദിച്ച ഓർമ്മയുണ്ടോ? അപ്പം നമ്മൾ പറഞ്ഞു, അല്ല കൂടോത്രമൊന്നുമല്ല, ഒരു പാമ്പ് യാദൃശ്ചികമായി വന്ന് കടിച്ചു. ബാക്കി കോയിൻസിഡൻസ് ആ സാധനങ്ങളെല്ലാം എന്ത് ചെയ്തു, ഇതുമായിട്ട് അങ്ങ് ക്ലബായി പറഞ്ഞു. അതിനുശേഷം ഒരു രസം ഉണ്ടായി. അവരെവിടെയോ പോയിട്ട് ഈ കുടുംബത്തിനെതിരെ ദുർമന്ത്രവാദമൊക്കെ ചെയ്തു. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അവൻ്റെ ഭാര്യ എന്തോ ഓഫീസിലെന്തോ ഇവന് ഫുഡും കൊണ്ടു കൊടുത്തിട്ട് വരുന്ന വഴിക്കോ അങ്ങനെ എന്തോ ഒരു ആക്സിഡൻറ്റിൽ പറ്റി പുള്ളിക്കാരി ബോണൊക്കെ ഡിസ്ലൊക്കേറ്റ് ആയി, കാലും കൈയൊക്കെ ഒടിഞ്ഞ് കുറേ കാലം ആശുപത്രി കിടന്നു. ഇപ്പോൾ രണ്ട് വീട്ടുകാരും ചെയ്യുന്നത് എന്താണോ, രണ്ടു പേർക്കും രണ്ട് മാന്ത്രികന്മാരുണ്ട്. ഈ മാന്ത്രികന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടോത്രം ചെയ്യലാണ് അവർ പൈസ ഉണ്ടാക്കും. ഇതിനകത്തൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ചോദിക്കും, ദുർമന്ത്രവാദം ഏൽക്കുമോ ഇല്ലേന്നൊക്കെ. ദുർമന്ത്രവാദം ഫലിക്കും കേട്ടോ, ഫലിക്കാതെയൊന്നുമില്ല. എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പത്രത്തിലൊരു വാർത്ത കണ്ടിരുന്നു, ഒരു വീട്ടുമുറ്റത്ത് വീട് മാറി മന്ത്രവാദം ചെയ്ത് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു. ഒരുത്തര പോലീസ് പിടിച്ച കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ, അവർ പറഞ്ഞു വീട് മാറി കുഴിച്ചിട്ടതാണെന്ന്. ഒന്നുമില്ല, ഒരു മാന്ത്രികന്റെ അടുത്ത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് കൃത്യമായി ചെയ്യും. എന്താ ഇത് മാറി കുഴിച്ചിട്ടേന്നറിയോ? മാറി കുഴിച്ചിട്ടതിന്റെ മുന്നിൽ ഒരു സൈക്കോളജി ഉണ്ട്. ഇതെന്താ സാധനം എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ പറമ്പിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റേ അവരെന്ത് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മാന്ത്രികനെ കൊണ്ടുവരും, തോണ്ടിയെടുക്കും. ഇത് ഇവരറിയുന്നില്ല, ഇവരുടെ പറമ്പിൽ ഇങ്ങനൊരു മാന്ത്രികൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഇവരറിയുന്നില്ല. ഇവർക്കൊരു പുല്ലും വരൂല. ആ സമയത്ത് തൊട്ടപ്പുറത്ത് പറമ്പിൽ കുഴിച്ചിട്ട് അവനെ പിടിച്ചു, പോലീസ് കേസായി. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഈ മന്ത്രവാദം ചെയ്താൽ കേസെടുക്കാൻ പറ്റൂല, അവനെ വിട്ടു. ഇനിയുണ്ടല്ലോ, അവരുടെ പറമ്പിൽ ഒരു മുച്ചിങ്ങ അണ്ണാൻ തിന്ന് താഴെ വീണാലും ഇവർക്ക് പേടിയായിരിക്കും. ആ സ്ത്രീക്കുണ്ടല്ലോ, മീൻസ് ഭാര്യ ഭർത്താവിൻ്റെ തർക്കം കൊണ്ടാണ് അവർ മരിക്കുന്നവരെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് തട്ടിയാലോ, എന്തിന് വെള്ളം കുടിക്കാൻ നേരം ഏമ്പക്കം വന്നാൽ പോലും ഇവർ ചിന്തിക്കുക ഇവർ ദുർമന്ത്രവാദം ചെയ്തിട്ടാണ്. ഈ സംഭവം ഒരു ഈ സംഭവം പോയി ഒരു ജ്യോതിഷന്റെ അടുത്ത് പറഞ്ഞാൽ അവര് അത് കാശാക്കുകയും ചെയ്യും. ചില കോയിൻസിഡൻസുകളെ ക്ലബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊരു ഭീകര സംഭവമാക്കി മാറ്റും. അതിന് കഴിവുള്ളവരാണ് ഈ കബഡിപ്പലകയായിട്ട് ഇരിക്കുന്നത്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, മിക്കവരും ഒരു 90% ആൾക്കാർ. പക്ഷേ ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലും ദുർമന്ത്രവാദം ചെയ്ത് നിങ്ങൾ ബിസിനസ്സിൽ തകർന്നു എന്നോ അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ തകർന്നു എന്നോ ഇങ്ങനെ ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏത് മന്ത്രവാദം ചെയ്തോ അതേ മന്ത്രവാദം വെച്ച് അതേ പാമ്പിനെ വിളിച്ച് തന്നെ നമുക്ക് വിഷം ഉറക്കാന്നേ. നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് ഒന്ന് ഡയൽ ചെയ്താൽ മതി. ഓക്കെ.